രാജി ഭീരുത്വമെന്ന നടി പാർവതി തിരുവോത്ത്. പേടി കൊണ്ടാണ് മറുപടി പറയാതെ അവർ ഒളിച്ചോടിയത്. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് പിന്നിൽ അണിനിരന്നത് ഇതേ കമ്മിറ്റിയാണ്. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ നിരുത്തരവാദപരമായി പെരുമാറിയെന്നും പാർവതി തിരുവോത്ത് വിമർശിച്ചു. അപർണ കാർത്തിക നൽകും ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ. അപർണ, AMMയിലെ പ്രമുഖരുടെ രാജി, ആ ഭരണസമിതി തന്നെ പിരിച്ചുവിട്ടതിനെ രൂക്ഷ ഭാഷയിലാണ് WCCയുടെ പ്രധാന അംഗങ്ങളിൽ ഒരാളായ പാർവതി തിരുവോത്ത് വിമർശിക്കുന്നത്. പേടിയാണ് ഇവർക്ക് എന്നുപോലും പരിഹസിക്കുകയാണ് പാർവതി. അതോടൊപ്പം തന്നെ നടിയെ ആക്രമിച്ച കേസുമായി അല്ലെങ്കിൽ ആ പ്രതിക്ക് പിന്നിൽ അണിനിരന്നത് ഇതേ കമ്മിറ്റിയാണെന്ന് തുറന്നു കാട്ടുക കൂടിയാണ് പാർവതി തിരുവോത്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പാർവതി തിരുവോത്ത് ബർഖാദത്തിന്റെ മോജോ സ്റ്റോറിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമായും പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താരസംഘടനയിലെ രാജിയേക്കാൾ ഉപരി പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയേണ്ടത് സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. സർക്കാർ നടി ആക്രമിച്ച കേസിൽ സർക്കാർ നിരുത്തരവാദപരമായി പെരുമാറി എന്നുള്ളൊരു സൂചന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഫേക്ക് ഫേസ് സർക്കാർ കാണിച്ചു എന്ന് തന്നെയാണ് പാർവതി തിരുവോത്ത് പറഞ്ഞിട്ടുള്ളത്. ഇരയ്ക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിൻ്റെ തുടർച്ചയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്ന് വന്ന പേരുകളിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതിൽ കാണുന്നതെന്നും പാർവതി തിരുവോത്ത് ബർഖാദത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നടി ആക്രമിച്ച കേസിൽ സർക്കാർ സ്വീകരിക്കേണ്ടിയിരുന്ന ചില നിലപാടുകളുണ്ടായിരുന്നു. ആ നിലപാടുകളിൽ സർക്കാർ കൃത്യമായ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചന കൂടി നൽകുന്നുണ്ട്. സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ബർഖാദത്ത് എടുത്തു ചോദിക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അത് സ്ത്രീകൾക്ക് മാത്രമല്ല അത്തരത്തിലുള്ള അനുഭവം എന്ന് കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു യുവ നടൻ പറയുക കൂടി ചെയ്തിട്ടുണ്ട് എന്ന് പൃഥ്വിരാജിൻ്റെ വാർത്താ സമ്മേളനത്തെ ഉദ്ധരിച്ചുകൊണ്ട് പാർവതി തിരുവോത്ത് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ് എന്ന് പറയാവുന്ന കാര്യം താരസംഘടനയിലെ കൂട്ടരാജി തന്നെയാണ്. കൃത്യമായ കാര്യങ്ങളെ വാക്കുകൊണ്ട് നേരിടുന്നതിന് പകരം ഒളിച്ചോടുന്നൊരു പ്രവണതയാണ് താരസംഘടനയിലെ നേതാക്കൾ, പ്രത്യേകിച്ച് മോഹൻലാൽ ഉൾപ്പെടെയുള്ള അതിലെ ഭരണസമിതി അംഗങ്ങൾ സ്വീകരിച്ചത് എന്നുകൂടി പാർവതി തിരുവോത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. താരസംഘടനയ്ക്ക് കൃത്യമായി മറുപടി പറയേണ്ട അവസരം വന്നിരുന്നു. അതിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായില്ല. അത്തരം ഇടപെടലുകൾ ഉണ്ടാവുന്ന കാര്യത്തിൽ വലിയ വീഴ്ച താരസംഘടനയ്ക്കുണ്ടായി. അതിന് സർക്കാർ ഒത്താശ ചെയ്തു എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പുതിയൊരു ഭരണസമിതി വരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. യുവതലമുറ ഭരണ നേതൃത്വത്തിലേക്ക്, അതും ജനാധിപത്യപരമായ രീതിയിലുള്ള ഭരണ നേതൃത്വത്തിലേക്ക് വരേണ്ട സമയമാണ് ഇതെന്നുള്ള സൂചന കൂടി നൽകുന്നതാണ്. WCC അംഗങ്ങളെ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ അവർ കൂടി വരട്ടെ, ഈ ഭരണസമിതിയുടെ ഭാഗമാകട്ടെ, അത്തരത്തിലുള്ള റീവാമ്പിംഗ് വേണം എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പല കോണുകളിൽ നിന്നും അത്തരം ആവശ്യങ്ങളും ഉയരുന്നുണ്ട്. അക്കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത ഇപ്പോഴും WCCയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? പാർവതി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഏതെങ്കിലും പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? ഈ അഭിമുഖത്തിൽ പാർവതി തിരുവോത്ത് കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് WCCയുമായി കൂടിയാലോചിച്ച് നടത്തിയിട്ടുള്ള ഒരു അഭിമുഖമല്ല. ഒരു അഭിനേത്രി എന്നുള്ള നിലയിലും സ്ത്രീകളുടെ, അതായത് സിനിമയിലെ സ്ത്രീകളുടെ പോരാട്ടത്തിന് ഇന്നും മുന്നിൽ നിന്ന് പോരാടിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പാർവതി തിരുവോത്ത് അഭിപ്രായങ്ങൾ പറയുന്നത്. എന്തായാലും ഇതിന് WCCക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം WCCയുടെ തീരുമാനങ്ങൾക്ക് തുടക്കം മുതലേ ഒന്നിച്ചു നിന്ന വ്യക്തി കൂടിയാണ് പാർവതി തിരുവോത്ത്. അതുകൊണ്ട് തന്നെ ഈ പാർവതി തിരുവോത്തിൻ്റെ അഭിപ്രായത്തിന് WCCയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും ഇക്കാര്യത്തിൽ എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. ആ രീതിയിൽ തന്നെയാണ് പ്രതികരണമുള്ളത്. പക്ഷേ കൂടിയാലോചനകൾക്ക് ശേഷമുള്ളൊരു സംയുക്ത പ്രസ്താവന പോലെയൊന്നും ഈ പ്രതികരണത്തെ കാണാൻ കഴിയില്ല. പക്ഷേ നിലപാടുകളുണ്ട്, കൃത്യമാണ്, സുശക്തമാണ്, ഉറച്ച നിലപാടുകളാണ് പാർവതി തിരുവോത്ത് പറഞ്ഞിട്ടുള്ളത്. താരസംഘടന ഇനി എന്ത് നടപടികൾ സ്വീകരിക്കണം, ഭരണ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വരേണ്ടതുണ്ട്, WCCയിലെ അംഗങ്ങൾക്ക് കുറച്ചുകൂടി അധികാരം ലഭിക്കേണ്ടതുണ്ട് തുടങ്ങിയ സൂചനകളെല്ലാം അവർ അഭിമുഖത്തിലും പറയുന്നുണ്ട്. അത് അവർ നേരത്തെയും പറഞ്ഞ കാര്യമാണ്. നമ്മളോട് ഉൾപ്പെടെ നേരത്തെ നൽകിയ അഭിമുഖത്തിലെല്ലാം തന്നെ സ്ത്രീ പ്രാതിനിധ്യം ഉയർന്നു വരേണ്ടതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ സാഹചര്യം, അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും എല്ലാം അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ബർഖാദത്തിന് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൃത്യമായ നിലപാടുകൾ, എന്താണ് ഇനി താരസംഘടന ചെയ്യേണ്ടത്, സ്ത്രീകൾക്ക് വേണ്ടി ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിയും, ഏതു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് പാർവതി തിരുവോത്ത് ഈ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശരി, അപർണ കാർത്തികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഏതായാലും നടിയെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് പിന്നിൽ അണിനിരന്നത് ഇപ്പോൾ പിരിച്ചുവിട്ട അതേ ഭരണസമിതിയാണ് AMMയുടെ എന്ന് പാർവതി തിരുവോത്ത് രൂക്ഷമായി വിമർശിക്കുന്നു. ഒപ്പം നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ നിരുത്തരവാദപരമായി പെരുമാറിയെന്നും പാർവതി വിമർശിച്ചു. ഇപ്പോൾ നിരവധി ആളുകൾ ഇത്തരത്തിൽ പീഡന പരാതികളുമായി രംഗത്തെത്തിയതോടുകൂടിയാണ് പാർവതി തിരുവോത്തിന്റെ വിമർശനം ഏറെ ശ്രദ്ധേയമാകുന്നത്. കാരണം അതിന് ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കാൻ ഇടയാക്കിയ നടിയെ ആക്രമിച്ച കേസ് ആരും മറന്നുപോകരുത്, അതിലും സർക്കാർ നിരുത്തരവാദപരമായാണ് പെരുമാറിയത് എന്നുകൂടി പാർവതി പറഞ്ഞു വെക്കുകയാണ്.